സംസ്ഥാനത്ത് വീണ്ടും ഒരു മുന്നറിയിപ്പും ആശങ്കയും ഒക്കെ ഉണരുകയാണ്. അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് അല്ലെങ്കിൽ പ്രവചനം. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ആലപ്പുഴ, കാസർഗോഡ് ജില്ലകൾ ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും യെല്ലോ അലർട്ടും നൽകിയിരിക്കുകയാണ്. എസ് ശാലിനി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശാലിനി, പത്തനംതിട്ട, ഇടുക്കി ഈ ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പറഞ്ഞിരിക്കുന്നു, മറ്റിടങ്ങളിൽ യെല്ലോ അലർട്ട്. ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ? എന്തൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ? മഴ സംബന്ധിച്ച പ്രവചനം എന്താണ്? പ്രതിപിള്ള, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേരളത്തിന് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ പറഞ്ഞതുപോലെ തന്നെയാണ് സംസ്ഥാനത്ത് ഇന്ന് 2 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുള്ളത്. പത്തനംതിട്ടയ്ക്കും ഒപ്പം തന്നെ ഇടുക്കി ജില്ലയ്ക്കുമാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുള്ളത്. മറ്റ് ജില്ലകളിലൊക്കെ തന്നെ കാര്യമായ മഴയ്ക്ക് മുന്നറിയിപ്പുണ്ട്. ഒപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ ഒഴികെയും കാസർഗോഡ് ജില്ലയൊഴികെയുമുള്ള മറ്റെല്ലാ ജില്ലകൾക്കും യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചിരുന്നതുപോലെ തന്നെ ഓഗസ്റ്റ് പാതിയോടുകൂടി അല്ലെങ്കിൽ ഓഗസ്റ്റ് 15-ന് ശേഷം സംസ്ഥാനത്ത് മഴ ശക്തമാകും എന്നുള്ളതായിരുന്നു മാസങ്ങൾക്ക് മുൻപേ തന്നെയുള്ള പ്രവചനം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന്. അത്തരത്തിൽ ശരിവെക്കുന്നത് തന്നെയാണ് ഇപ്പോഴുള്ള നിലവിലെ കാലാവസ്ഥാ വ്യതിയാനവും മാറ്റവും എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തപ്പെടേണ്ടതും. എന്തായാലും വരുന്ന 5 ദിവസം കൂടി സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് നമുക്ക് ഈ മുന്നറിയിപ്പിൽ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകൾക്കും മുന്നറിയിപ്പുകൾ തുടരുകയാണ്. വയനാട് ദുരന്ത പശ്ചാത്തലത്തിലും മണ്ണിടിച്ചിലും മലയിടിച്ചിലും ഉരുൾപൊട്ടലും അടക്കമുണ്ടായ സാഹചര്യത്തിലും അത്തരം മേഖലകൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശവും ജില്ലാ ഭരണകൂടങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിലും മലയിടിച്ചിലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കണം. ഒപ്പം തന്നെ അത്തരം മേഖലകളിൽ അതീവ ജാഗ്രത വേണം എന്നുള്ളതാണ് കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടങ്ങൾക്ക് നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകൾ. ഒപ്പം തന്നെ അത്തരം മേഖലകളിലേക്കുള്ള രാത്രി യാത്രകൾ പൂർണ്ണമായും വിലക്കണം. പകൽ യാത്രകളാണെങ്കിൽ പോലും അനാവശ്യ യാത്രകൾ പരമാവധി ഒഴിവാക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നിലവിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം രാവിലെ മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് നിലവിൽ തിരുവനന്തപുരത്ത് ഉള്ളത്. ഒരുപക്ഷെ നിലവിൽ അലർട്ടുകളൊന്നും ഇല്ല എങ്കിൽ പോലും മഴയ്ക്കുള്ള സാധ്യത തിരുവനന്തപുരം ജില്ലയ്ക്കും പ്രവചിക്കുന്നുണ്ട്. 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് കേരള തീരത്തുണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. മത്സ്യബന്ധന തൊഴിലാളികൾക്കടക്കം വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് വരികയാണ്. പ്രത്യേകിച്ച് മുതലപ്പുഴ അടക്കമുള്ള മേഖലകൾ, ശംഖുമുഖം അടക്കമുള്ള മേഖലകളിൽ കടലിൽ ഇറങ്ങിയുള്ള വിനോദസഞ്ചാരം ഒക്കെ തന്നെ അതീവ ജാഗ്രതയോട് വേണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഈ മണിക്കൂറിൽ വരുന്നുണ്ട്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടരുകയാണ്. സംസ്ഥാന വ്യാപകമായി അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ്. നാളെയും 2 ജില്ലകൾക്ക് നിലവിലത്തെ അലർട്ടുകൾ പ്രകാരം ഓറഞ്ച് അലർട്ടുകൾ നൽകിയിട്ടുണ്ട്. നാളെ എറണാകുളം, ഇടുക്കി ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ ഒഴികെ ആലപ്പുഴ ജില്ലയും ഒഴികെ അങ്ങനെ 3 ജില്ലകൾ ഒഴികെ നാളെ എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇനി 10 മണിയോടുകൂടിയാണ് പുതുക്കിയ മഴ മുന്നറിയിപ്പ് വരാനുള്ളത്. അപ്പോൾ കൂടുതൽ ജില്ലകൾക്ക് അലർട്ടുകൾ മാറാനുള്ള സാധ്യതയും സാഹചര്യങ്ങളും ഉണ്ട്. താങ്ക് യു വെരി മച്ച് ശാലിനി.